നിന്നെ കാണാതായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയ ദേവികയുടെ അച്ഛൻ മാധവനെ വിട്ടയക്കണം എന്ന് പറയണം. അയ്യോ, അപ്പോ എന്താടാ പറയടാ, പറയാൻ പറ്റും പറ്റും പറ്റും. എവിടെയാണെന്ന് പറയണം. നീ ഒരു യാത്ര പോയിരിക്കുക ട്രിച്ചിക്ക്. ബാക്കിയെല്ലാം നീ പറയില്ലടാ. പറയാം. അയ്യോ, മാധവേട്ടാ, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. ശരി. എടോ ത്യാഗരാജ. ഹലോ, ഞാൻ ത്യാഗരാജനാണ്. തന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? താൻ എവിടെയാ? താൻ ഗുണ്ടകളുടെ താവളത്തിലാണോ? തന്നെ അപകടപ്പെടുത്തിയ മാധവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സാർ എന്താ പറയണേ? ഞാൻ ഗുണ്ടകളുടെ താവളത്തിലാണെന്നോ? എന്നെ അപകടപ്പെടുത്തിയെന്നോ? ആ അതെ, തന്നെ മാധവന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് വണ്ടി തടഞ്ഞ് കിഡ്നാപ്പ് ചെയ്തല്ലേ? സാറേ, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ട്രിച്ചിലേക്ക് പോകുന്നതായിരുന്നു. എന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് മറ്റൊരു വാഹനത്തിലാണ് ഞാൻ പോയത്. ഇപ്പൊ അതെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കുറച്ച് ദൂരെയാണ്. നാളെ ആ വണ്ടി എടുക്കൂ. ഇവിടെ എത്തിയപ്പോഴാ അറിഞ്ഞത് എന്റെ പേരിൽ ഇവിടെ കോലാഹലങ്ങൾ നടക്കുകയാണെന്ന്. സാറേ, അനക്കൊന്നുമില്ലല്ലോ. എടോ, ദൂരെ എവിടെയെങ്കിലും കെട്ടിയെടുത്താണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? അതിപ്പോ ഞാനെന്താ സാറേ പറയണ്ട? സാറ് എങ്ങോട്ടെങ്കിലും പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? നീ എന്റെ ജോലി തെറിപ്പിക്കുമല്ലേ? തന്റെ സഹോദരിയുടെ പരാതിയിൽ ഞാൻ ആ മാധവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. ആ വണ്ടി കിടക്കുന്നതിന്റെ മുമ്പിലെ വീട്ടിലെ മാധവനെയാണോ? അതെ, ദേവികയുടെ അച്ഛൻ. അയ്യോ, അങ്ങേരെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? പുഴുങ്ങി തിന്നാൻ. ഓരോ മാരണങ്ങൾ കാരണം എന്റെ സമാധാനാ പോകുന്നത്. സാറേ, ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടോ ഇങ്ങനെ ഏതെങ്കിലും പാവങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ? കാക്കിയിട്ടെന്ന് കരുതി മനുഷ്യത്വം മറക്കരുത്. തലയിലെ തൊപ്പി മർദ്ദിക്കാനുള്ള അടയാളമല്ല സാർ, സേവനത്തിന്റെ പ്രതീകമാ. നമ്മളൊക്കെ ഭൂമിയിൽ എത്ര കാലം ആ സാറേ ഇനി ജീവിച്ചിരിക്കാൻ പോകുന്നത്? എടോ, താൻ എന്താണോ ഈ പറയുന്നേ? ഉള്ള കാലത്ത് 10 പേർക്ക് നന്മ ചെയ്തിട്ട് പോണം സാറേ. താൻ ത്യാഗരാജൻ തന്നെയല്ലേ? അതെ സാർ, ഒരു കാര്യം ചെയ്യ്, മാധവനെ പെട്ടെന്ന് വിട്ടേക്ക. എന്റെ അടുത്ത് പത്രക്കാരെ വല്ലതും ചോദിച്ചാൽ ഞാൻ കൈമലത്ത് സാറ് പെടും. ഹലോ, എടോ, ഇയാളെ പറഞ്ഞു വിട്ടേക്ക് സാർ. നാശം. ഓരോ ദിവസം ഓരോ പണി കിട്ടിക്കോളും. ഒരു ത്യാഗരാജൻ. മാധവേട്ടാ, നിങ്ങൾക്ക് പോവാം. അയാളെ വിശ്വസിച്ചു.
ത്യാഗരാജനപ്പ അനുസരിക്കാനും അറിയാം. ചന്ദ്രോത്തുകാരെന്ത് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുന്ന ആളാണ് ഇനി മുതൽ ഞാൻ. സത്യം, അടിമ അടിമ. അയ്യോ, എന്നെ ജീവനോടെ വിട്ടാ മതി. അത് നമുക്ക് ആലോചിക്കാം. ഇനി സമയമുണ്ടല്ലോ.